ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗെയിമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോകില്ല, അപ്പോൾ നമ്മൾ യൂഷ്വലി കളിക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് പരിചയപ്പെട്ടാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം ഇതാണ്. കുറച്ച് പേപ്പർ ഗ്ലാസുകൾ ഒരേ ലൈനിൽ വെച്ചിട്ട് ഒരറ്റത്തു നിന്ന് അപ്പുറത്തറ്റം വരെ അത് കണ്ണുകെട്ടി നടന്നെത്തുന്ന ആളായിരിക്കും ഇതിൻ്റെ വിന്നർ. നടക്കുമ്പോൾ ഈ ലൈനിലിരിക്കുന്ന ഒരു ഗ്ലാസ് പോലും അവിടെ നിന്ന് മറിഞ്ഞു വീഴാനോ തട്ടി മാറാനോ പാടില്ല. ഈ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിൽ ഞാൻ കുറച്ചുകൂടി ഫണ്ണായിട്ടുള്ള കുറേ ഗെയിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അവിടെ വരെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഗെയിംസ് കിട്ടും. നമ്മുടെ രണ്ടാമത്തെ ഗെയിം ഇതാണ്, ഗ്ലാസും സ്ട്രോയും വെച്ചിട്ടുള്ള ഗെയിം. ഈ ഗെയിമിൻ്റെ റൂൾസ് ഇത്രയേ ഉള്ളൂ. 2 സ്ട്രോ ഉണ്ടാവും, അത് വായിൽ വെച്ചിട്ട് ഈ പേപ്പർ ഗ്ലാസ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പാസ് ചെയ്ത് പോകുക. ഇത് ആക്ച്വലി ടീം ഗെയിം പോലെയാണ്. 2 ടീമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടീമായിട്ടോ ഇങ്ങനെ നമുക്ക് പാസ് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് ഗ്ലാസ് ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റത്ത് ഉള്ള ആളിലേക്ക് എത്തുന്ന ടീമായിരിക്കും വിൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഗെയിം. ഈ ഗെയിമിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 4 പ്ലേയേഴ്സ് ഉണ്ടാവും. 4 പ്ലേയേഴ്സിന് 4 ബോട്ടിലുണ്ടാവും. ഓരോ പ്ലെയറിൻ്റെ സൈഡിലിരിക്കുന്ന ബോട്ടിൽ എടുത്തെടുത്ത് നമ്മുടെ സൈഡിൽ കൊണ്ട് വെക്കുക. 4 പ്ലെയർ ആണെങ്കിൽ 4 കുപ്പിയും ഒരേ സ്ഥലത്ത് വരുന്ന ആളായിരിക്കും ഇതിൻ്റെ വിന്നർ. ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. ഒരുപാട് ടൈം എടുക്കുന്നൊരു ഗെയിമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ഗെയിം. ഈ ഗെയിമിൻ്റെ പേര് റെഡ്, യെല്ലോ, ഗ്രീൻ. ഈ ഗെയിമിൻ്റെ റൂൾ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് നമ്മൾ ഓൾറെഡി കളിക്കാറുള്ള കുളംകര എന്ന് പറയുന്ന ഗെയിമിൻ്റെ വേറൊരു വേർഷൻ. ഇതാണ് നമ്മുടെ 5ാമത്തെ ഗെയിം. ഈ ഗെയിമും നമ്മൾ ഓൾറെഡി കളിക്കാറുള്ള കസേര കളി എന്ന് പറയുന്ന ഗെയിം പോലെ ഭയങ്കര സിമിലറാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആ പാട്ടിനനുസരിച്ച് എല്ലാവരും ഡാൻസ് കളിച്ച് മുമ്പോട്ട് മൂവ് ചെയ്യണം. അവസാനം പാട്ട് പോസ് ആകുമ്പോഴും മൂവ് ചെയ്യുന്ന ആളായിരിക്കും ഇതിൻ്റെ ലൂസർ. നമ്മുടെ അടുത്ത ഗെയിം ഒരു ടീം ഗെയിം തന്നെയാണ്. ഈ ഗെയിമിൽ ഒരു പ്രോപ്പർ ടീം കോർഡിനേഷൻ, ടൈമിംഗ് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ എല്ലാവരും ഒരേ ടൈമിൽ സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് ഫസ്റ്റ് എത്തുന്ന ടീമായിരിക്കും വിൻ ചെയ്യുന്നത്. Чемпионы, молодцы! Вы чё тупите? Чё вы тупите? Дети вас выиграли уже! Ё-моё! Такие маленькие девочки вас выиграли! ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം. ഈ ഗെയിമിൻ്റെ പേര് ചെയർ റിലേ എന്നാണ്. ഇത് ഒരു ടീം ഗെയിം തന്നെയാണ്. ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് കസേരകൾ പാസ് ചെയ്ത് അവസാനം ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന ടീമായിരിക്കും ഇന്നത്തെ വിന്നർ. ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം. ഇത് ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. ഇതിൽ കാണുന്ന പോലെ എല്ലാ പ്ലെയറിൻ്റെ ഫ്രണ്ടിലും ഒരു കെട്ട് നൂലുണ്ടാവും. അത് വലിച്ച് ആരാണോ ഫസ്റ്റ് തീർക്കുന്നത് അവരായിരിക്കും ഇതിൻ്റെ വിന്നർ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം. ഇതിൽ വീഡിയോ കാണുന്ന പോലെ താഴെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അതിന് ഇതുപോലൊരു പേപ്പർ കടിച്ചു പിടിച്ചിട്ട് വീശി ആരാണോ ആ മെഴുകുതിരി ഫസ്റ്റ് അണക്കുന്നത് അവരായിരിക്കും ഇതിൻ്റെ വിന്നർ. അതുപോലെ ഈ ഗെയിം കൂടുതലും ഇൻഡോർ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അല്ലെങ്കിൽ കാറ്റ് വന്ന് തന്നെ ഈ മെഴുകുതിരി അണഞ്ഞു പോകുന്ന ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വീഡിയോട്ട് കുറച്ചുകൂടി ഫണ്ണായിട്ടുള്ള ഗെയിംസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. ഇതിൻ്റെ പേര് വേണമെങ്കിൽ പഴങ്കടി മത്സരം എന്ന് പറയാം. കാരണം ഇത് നമ്മുടെ റൊട്ടികടി അല്ലെങ്കിൽ ബണ്ണുകടി എന്നൊക്കെ പറയുന്ന ഗെയിമിൻ്റെ വേറൊരു വേർഷനാണ്. ഈ ഓണ സെലിബ്രേഷനൊക്കെ നടക്കുമ്പോൾ ഇത് അനൗൺസ് ചെയ്യാൻ തന്നെ രസമായിരിക്കും. പഴങ്കടി മത്സരം, അടുത്ത ഈ പഴങ്കടി മത്സരമാണ് നമുക്ക് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതും പഴം വെച്ചിട്ടുള്ള വേറൊരു ഗെയിമാണ്. ഇതുപോലെ കണ്ണ് കെട്ടിയിട്ട് പഴം വെച്ചിട്ട് കറങ്ങണം.
എന്നിട്ട് ദൂരത്തിരിക്കുന്ന നിങ്ങൾ ടീം മെമ്പറിൻ്റെ അടുത്തേക്ക് നടന്നു നിന്നിട്ട് ആരാണോ കറക്റ്റായിട്ട് അയാളുടെ വായിൽ ഈ പഴം വയ്ക്കുന്നത് അവരായിരിക്കും ഇതിൻ്റെ വിന്നർ. ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം. ഇതിൻ്റെ പേരെന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ബാക്കിൽ നിന്നൊരു നൂലിട്ടിട്ട് അതിൻ്റെ എൻഡിൽ ഒരു പേന ഉണ്ടാവും. ആ പേന ആരാണോ താഴെ ഇരിക്കുന്ന ബോട്ടിനുള്ളിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത് അവരായിരിക്കും ഇതിൻ്റെ വിന്നർ. ഇത് നമ്മളിപ്പോൾ കണ്ട ഗെയിമിൻ്റെ തന്നെ വേറൊരു വെർഷനാണ്. മറ്റേത് ബാക്കിൽ നിന്നാണെങ്കിൽ ഇത് തലയിൽ നിന്നാണ്. ഇതിലും അതുപോലെ തന്നെ തല കൊണ്ട് ആരാണോ ആ പേന കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ആ കുപ്പിക്കുള്ളിൽ കയറ്റുന്നത് അവരായിരിക്കും അതിൻ്റെ വിന്നർ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഗെയിം. ഇത് 2 പേരായിട്ട് കളിക്കുന്ന ഗെയിമാണ്. വീഡിയോ കാണുന്ന പോലെ തന്നെ 2 പേര് ചേർന്നിട്ട് ഒരു ബലൂൺ തല വെച്ച് കൺട്രോൾ ചെയ്ത് പാസ് ചെയ്ത് പോകണം. ഇതിൽ ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരായിരിക്കും ഇതിൻ്റെ വിന്നർ. Baldı. ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം. ഇതും ഒരു ടീം ഗെയിമാണ്. ഇതിൽ ഓരോ ടീം മെമ്പറുടെ തലയിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒരു ബോൾ ഉണ്ടാവും. ആ ബോൾ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പാസ് ചെയ്ത് ഏത് ടീമാണോ ഫസ്റ്റ് അത് പാസ് ചെയ്ത് എത്തിക്കുന്നത് അവരായിരിക്കും ഇതിൻ്റെ വിന്നർ. ഇതാണ് നമ്മുടെ അടുത്ത ഗെയിം. ഇത് നമ്മൾ ആദ്യം കണ്ട ഒരു ഗെയിം പോലെ തന്നെ സ്ട്രോയും ഗ്ലാസും വെച്ചിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഗെയിമാണ്. പക്ഷേ ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഗെയിമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണ്ടവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ പുതിയ ചാനലാണ്. നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടായിരിക്കും നമുക്ക് ഇനി ഇതുപോലെ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ.